നമസ്കാരം. ഒടുവിൽ ലോകം കാത്തിരുന്ന വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്ന് ഇറാൻ. ലെബനൻ ഇസ്രായേൽ വെടിനിർത്തലിന്റെ ശേഷിക്കുന്ന കാലയളവിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രഖ്യാപിച്ചു. എക്സിലെ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. എല്ലാ വാണിജ്യ കപ്പലുകൾക്കും ഹോർമൂസ് പാത തുറന്നു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലെബനനിലെ വെടിനിർത്തലിനനുസൃതമായി ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എല്ലാ വാണിജ്യ കപ്പലുകളുടെയും പാത ശേഷിക്കുന്ന വെടിനിർത്തൽ കാലയളവിൽ പൂർണ്ണമായും തുറന്നിരിക്കുമെന്ന് അറാഗ്ചി എക്സ് പോസ്റ്റിൽ കൂടി വ്യക്തമാക്കി. ഇറാന്റെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ നേരത്തെ നിശ്ചയിച്ച് അറിയിച്ചിട്ടുള്ള പാതയിലൂടെ ആയിരിക്കണം കപ്പലുകൾ സഞ്ചരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നതായും കപ്പലുകൾക്ക് കടന്നു പോകാൻ തയ്യാറാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിന് അദ്ദേഹം ഇറാന് നന്ദി പറയുകയും ചെയ്തു. ലെബനനും ഇസ്രായേലും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ നടപടി. മേഖലയിലെ സംഘർഷങ്ങളിൽ അയവ് വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയ്ക്ക് വലിയ ആശ്വാസമാകും. വ്യാഴാഴ്ച ട്രംപ് ലെബനനും ഇസ്രായേലും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുകയും ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് സൗകര്യമൊരുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിലെത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് വെടിനിർത്തൽ കരാർ വന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനും നടത്തിയ ഫോൺ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് കരാർ ഉണ്ടായതെന്നും ട്രംപ് പറഞ്ഞു. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി താൻ സംസാരിച്ചുവെന്നും ഇരു നേതാക്കളും വെടിനിർത്തലിന് സമ്മതിച്ചുവെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കൂടി വ്യക്തമാക്കിയിരുന്നു. ഇതോടെ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി US ഇറാൻ രണ്ടാം റൗണ്ട് സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യതയും വർദ്ധിച്ചു. മധ്യസ്ഥ സ്ഥാനത്തുള്ള പാകിസ്ഥാനിനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കിയതോടെ ഏപ്രിൽ 22 അവസാനിക്കുന്ന വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടുമെന്നും റിപ്പോർട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇസ്ലാമാബാദിൽ ഇരു രാജ്യങ്ങളും ഒത്തുചേരുമെന്ന് ഏതാണ്ട് ഉറപ്പായെങ്കിലും തീയതി നിശ്ചയിച്ചിട്ടില്ല. ചർച്ച പുനരാരംഭിക്കാൻ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ ആസിം മുനീറുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരക്കിട്ട ചില നീക്കങ്ങൾ നടത്തിയത്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലെത്തിയ ആസിം മുനീർ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ചർച്ച നടത്തി. സൗദി അറേബ്യ, ഖത്തർ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ നീക്കങ്ങൾ. യുഎസും ചർച്ചാ നീക്കങ്ങളോട് അനുകൂലമായിട്ടാണ് പ്രതികരിച്ചത്. ചർച്ച നടക്കുമെന്ന് വൈറ്റ് ഹൌസ് വക്താവും വ്യക്തമാക്കിയതോടെ സമാധാന ചർച്ചയ്ക്കുള്ള വഴിയൊരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും പശ്ചിമേഷ്യയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് വലിയ ആശ്വാസം പകർന്ന നീക്കങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായി തുറന്നു കൊടുക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇറാന്റെ തീരുമാനം ആഗോള സാമ്പത്തിക വ്യാപാര മേഖലയിൽ വലിയ ചലനമുണ്ടാക്കും. ലെബനൻ ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകളും അതിനോടുള്ള ഇറാന്റെ ക്രിയാത്മകമായ പ്രതികരണവും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശക്തമായ സൂചനയാണ് നൽകുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന 2ാം റൗണ്ട് സമാധാന ചർച്ചകൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ പതിറ്റാണ്ടുകളായി തുടരുന്ന US ഇറാൻ ഭിന്നതകൾക്കും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്.